എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി ബ്ലോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഗുഡിവാഡ റെയിൽവേ സ്റ്റേഷനിലാണ്. ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കുന്നത് വിജയവാഡയിലുള്ള ഏറ്റവും പ്രശസ്തമായിട്ടുള്ള കനകദുർഗ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമൊക്കെയാണ്. ആന്ധ്രയിലുടനീളം ഏകദേശം 4000-ഓളം മഹാക്ഷേത്രങ്ങളാണ് ഉള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം തിരുപ്പതി ബാലാജി ക്ഷേത്രം ഉള്ളത് ആന്ധ്രയിലുള്ള ചിറ്റൂർ ജില്ലയിലാണ്. ആന്ധ്രയിലെത്തുന്ന ഏതൊരു വിശ്വാസിയും തിരുപ്പതി ക്ഷേത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3-4 ക്ഷേത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവയിൽ ഒന്നാണ് ഈ കനകദുർഗ ക്ഷേത്രം. നമുക്ക് കനകദുർഗ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും കാണാം. അപ്പോൾ നേരെ വീഡിയോയിലും. നഗരഹൃദയത്തിൽ തന്നെയാണ് കനകദുർഗ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ ഞങ്ങൾ ഷെയർ ഓട്ടോ പിടിച്ചിട്ട് 3 പേര് ഞങ്ങളുടെ മൂവാറ്റയിൽ നിന്ന് വന്ന ചേട്ടനും ചേച്ചിയും ഞാനും കൂടിയാണ് ക്ഷേത്രം സന്ദർശിച്ചത്. 60 രൂപയാണ് ഓട്ടോ ചാർജ്. ക്ഷേത്രത്തിൻ്റെ അടിവാരത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വളരെ മനോഹരമാണ്. പ്രകാശം ബാരേജ് ആണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. പ്രകാശം എന്ന് പറയുന്നത് ആന്ധ്രയിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ബാരേജ് നിർമ്മിച്ചിരിക്കുന്നത്. കൃഷ്ണ നദിക്ക് കുറുകെയാണ് ഈ ബാരേജ് ഉള്ളത്. ഈ ബാരേജിൽ നിന്നുള്ള വെള്ളം അല്ലെങ്കിൽ ഈ വെള്ളം ആന്ധ്രയിലെ ലക്ഷക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലെ ജലസേചനത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. ക്ഷേത്രം സന്ദർശിക്കാനെത്തുന്ന ഭക്തജനങ്ങൾ ഈ നദിക്ക് അരികിൽ പലവിധ പൂജകൾ ചെയ്തും അതുപോലെ കൈകാലുകൾ കഴുകി ചിലവരൊക്കെ പുണ്യസ്നാനം ചെയ്തും ഒക്കെയാണ് ക്ഷേത്രത്തിൽ പോയിട്ട് ദർശനം നടത്തുന്നത്. അടിവാരത്ത് നിന്ന് ക്ഷേത്രത്തിലേക്ക് പോകുന്നതിന് 3 വഴികളാണ് ഉള്ളത്. ഇതുപോലുള്ള ബസ്സുകളിൽ നമുക്ക് പോകാം, അല്ലെങ്കിൽ സ്റ്റെപ്പ് നടന്ന് കയറുന്നവർക്ക് ഒരു 400 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പുകൾ നടന്ന് കയറാം. അതുമല്ലെങ്കിൽ വയസ്സായിട്ടുള്ളവർക്ക്, സീനിയർ സിറ്റിസൻസിന്, കുട്ടികൾക്കൊക്കെ ലിഫ്റ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 3 വഴികളിലൂടെ നമുക്ക് അടിവാരത്ത് നിന്ന് ക്ഷേത്ര ദർശനത്തിനായിട്ട് മുകളിലോട്ട് പോകാവുന്നതാണ്. മുകളിലോട്ട് പോകുന്നതിന് ബസ് ചാർജ്, ടിക്കറ്റ് ഒരാൾക്ക് 10 രൂപയാണ് അവരെ ചാർജ് ചെയ്യുന്നത്. ധാരാളം ആന്ധ്രയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ധാരാളം ഭക്തജനങ്ങൾ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നതിനായിട്ട് എത്തിച്ചേരുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ നമ്മൾ ബസ്സിൽ നിന്ന് കാണുന്ന കാഴ്ചകളൊക്കെ വളരെ മനോഹരമാണ്. കൃഷ്ണ നദിയിലെ ആ ബാരേജിലെ ജലവിധാനം നമുക്ക് കാണുന്ന കാഴ്ച. അതേപോലെ ഒരുപാട് കച്ചവടക്കാർ സൈഡിലിരുന്നുകൊണ്ട് പൂജാദ്രവ്യങ്ങൾ, പൂക്കൾ, തേങ്ങ, തുളസീദളം, ഇതൊക്കെ അവിടെ വിൽക്കുന്ന ആൾക്കാരെ ക്യാൻവാസ് ചെയ്യുന്നത്. കൈകാല് കഴുകുന്നതിനും പുണ്യസ്നാനം ചെയ്യുന്നതിനും ഒക്കെ ആളുകൾ കൃഷ്ണ നദിയിലേക്ക് പോകുന്നത്. ഇത്തരം ദൃശ്യങ്ങളാണ് നമ്മൾ വണ്ടിയിലിരുന്നത്. ഈ നമ്മൾ മുകളിൽ കാണുന്ന ഒരു ഹൈവേ അല്ലെങ്കിൽ എലിവേറ്റഡ് ഹൈവേ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ ഫ്ലൈ ഓവർ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കനകദുർഗ ഫ്ലൈ ഓവർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ആക്ച്വലി വിജയവാഡ നിന്ന് ഹൈദരാബാദിലേക്കുള്ള ഹൈവേ ആണ്. ആന്ധ്രയിലെ ഏറ്റവും നീളം കൂടിയ ഫ്ലൈ ഓവർ ആണ് ഇത്. ഇതിൻ്റെ ലെങ്ത്ത് 3 കിലോമീറ്ററോളം, ഏകദേശം 2.25-3 കിലോമീറ്ററോളം വരും. ഹൈദരാബാദിന് വിജയവാഡയിൽ നിന്ന് 275 കിലോമീറ്ററോളമാണ് ദൂരം ഉള്ളത്. അധികം ദൂരമില്ലെങ്കിലും ഈ ബസ്സിൽ ഇരുന്നു കൊണ്ട് വളഞ്ഞും തിരിഞ്ഞും ഒക്കെ മല കയറുന്നത്, അതുപോലെ ബസ്സിലിരുന്ന് കാണുന്ന കാഴ്ചകളൊക്കെ അതീവ മനോഹരമാണ്. കൃഷ്ണ നദീതീരത്ത് പൂർവ്വഘട്ടത്തിൽ ഇന്ദ്രകീലാദ്രി മലനിരകളിലാണ് 500 വർഷം പഴക്കമുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വിജയവാഡ ബസ് സ്റ്റാൻഡിൽ നിന്ന്, റെയിൽവേ സ്റ്റേഷനിൽ നിന്ന്, ടൗണിൽ നിന്നൊക്കെ വളരെ എളുപ്പത്തിൽ കനകദുർഗ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞു, വിജയവാഡ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 കിലോമീറ്റർ, അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്നാണെങ്കിൽ ഒരു 2 കിലോമീറ്റർ. ഈ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഒക്കെ അടുത്തടുത്താണ്. ഒരു 1.5 കിലോമീറ്റർ അകലത്തിലാണ് വിജയവാഡയിലുള്ളത്. റോഡിൻ്റെ ഒരു വശത്ത് നിരയായിട്ട് മോട്ടോർ സൈക്കിളുകൾ, സ്കൂട്ടറുകൾ, അതേപോലെ കാറുകൾ, പിന്നെ കാറ് പാർക്ക് ചെയ്യാനായിട്ട് ഒരു സെപ്പറേറ്റ് സ്ഥലവും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ദർശനത്തിനുള്ള ക്യൂ കോംപ്ലക്സിനെ ലക്ഷ്യമാക്കി നടന്നു. മുകളിൽ നിന്ന് താഴോട്ട് നോക്കിയാലുള്ള കാഴ്ച അതീവ മനോഹരമാണ്. വിജയവാഡ നഗരത്തിൻ്റെ ഒരു ബേർഡ്സ് ഐ വ്യൂ, അതുപോലെ കനകദുർഗ ഫ്ലൈ ഓവർ, പ്രകാശം ബാരേജ്, കൃഷ്ണ നദി, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ദർശനത്തിന് പല ഓപ്ഷനുകളുണ്ട്. ഫ്രീ ദർശനമുണ്ട്, പിന്നെ 100 രൂപ, 300 രൂപ, 500 രൂപ, ഇങ്ങനെ വിവിധ തരം ക്യൂകളുണ്ട്. തിരക്ക് കുറവായിരുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫ്രീ ദർശനമാണ് ഓപ്റ്റ് ചെയ്തത്. മിക്കവാറും ക്ഷേത്രങ്ങളിലൊന്നും മൊബൈൽ ഫോണുകൾ അനുവദനീയമല്ല. ഇവിടെയും അങ്ങനെ തന്നെയാണ്. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഗീതയും സംഗീതമൊക്കെ ആയിട്ട് ഈ അമ്പലത്തിൽ വന്നിരുന്നു. അപ്പോൾ വന്നിരുന്ന സമയത്ത് ഞങ്ങളുടെ മൊബൈൽ ഫോൺ അവിടെ ഉള്ളിൽ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ ഫോണൊക്കെ അവിടെ കൗണ്ടറിൽ ഏൽപ്പിക്കുകയായിരുന്നു. പക്ഷേ മുകളിൽ ചെന്ന് നോക്കിയപ്പോഴാണ് എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകളുണ്ടായിരുന്നു.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി ഞങ്ങൾക്ക് ഈ മൊബൈൽ ഫോൺ വേണ്ടാന്ന് പറയുന്നത് അത്ര വലിയ സ്ട്രിക്റ്റ് അല്ല. അത് കാരണം ഇപ്രാവശ്യം കൗണ്ടറിൽ അവർ സെക്യൂരിറ്റി ചെക്കിൻ്റെ സമയത്ത് ഫോൺ കാര്യം പോക്കറ്റിലുണ്ടായിരുന്നെങ്കിലും ഫോണില്ല എന്നുള്ള രീതിയിൽ ഞാൻ നടന്നു വന്നു. അതുകൊണ്ടാണ് ഇത്തരം രംഗങ്ങളൊക്കെ എന്നാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇനി നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഇവിടെ ഒരു സെക്യൂരിറ്റി കണ്ടു, പിടിച്ചിട്ട് ഞാൻ വിചാരിച്ചു മൊബൈലിൽ ഷൂട്ട് ചെയ്തൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അങ്ങനെ ചെയ്തില്ല. നമുക്ക് ഉള്ളിലോട്ട് വേറൊരു വഴിക്ക് തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തോട്ട് വന്നു. വളരെ ഗംഭീരമായിട്ടുണ്ടായിരുന്നു രാജഗോപുരം. മഹിഷാസുര മർദിനിയുടെ ആ ഒരു രൂപത്തിലാണ് ഇവിടെ അമ്പലത്തിലെ പ്രതിഷ്ഠയുള്ളത്. രാവിലെ 4 മണി മുതൽ രാത്രി 10 മണി വരെയാണ് നട തുറന്നിരിക്കുക. ഇടയ്ക്ക് വൈകിട്ട് 5:45 മുതൽ 6:15 വരെ നട അടയ്ക്കും. ഇവിടുത്തെ ഡ്രസ് കോഡ് ആണുങ്ങൾക്ക് മുണ്ടും ഷർട്ടും അല്ലെങ്കിൽ പാൻറ്റും ഷർട്ടും, ലേഡീസിന് സാരി ബ്ലൗസ് അല്ലെങ്കിൽ ചുരിദാർ ടോപ്പ് എന്നിവയൊക്കെയാണ്. സ്ലീവ്ലെസ് അല്ലെങ്കിൽ മിഡി അല്ലെങ്കിൽ ലോ വേസ്റ്റ് ജീൻസ് ഇങ്ങനെയുള്ള ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും അനുവദിക്കുന്നതല്ല. ഈ ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുന്നത് ദസറ അല്ലെങ്കിൽ നവരാത്രി ദിനങ്ങളിലൊക്കെയാണ്. ആ ദിവസങ്ങളിലൊക്കെയാണ് ഇവിടെ തീർത്ഥാടകർ ഏറ്റവും കൂടുതൽ വന്നെത്തുന്ന സമയം. ക്ഷേത്ര ഹാളിൽ നടക്കുന്ന ഒരു കല്യാണം, അതുപോലെ ഒരു ഉപനയനം, ഇതൊക്കെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്കുണ്ടായി. ദർശനത്തിന് ശേഷം ഞങ്ങൾ അന്നപ്രസാദത്തിനാണ് പോയത്. അന്നപ്രസാദത്തിന് ക്യൂ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. രാവിലെ 5 മണി മുതൽ രാത്രി 10 മണി വരെയാണ് ഈ ക്ഷേത്രത്തിൽ അന്നപ്രസാദം വിതരണം ചെയ്യുന്നത്. ഓരോ ദിവസവും ശരാശരി 5000 തീർത്ഥാടകർക്കാണ് ഇവിടെ അന്നപ്രസാദം വിതരണം ചെയ്യുന്നത്. താരതമ്യേന തിരക്കില്ലാത്ത ഒരു ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അന്നപ്രസാദ ഹാളിലെത്താനും അന്നപ്രസാദം കഴിക്കുവാനും സാധിച്ചു. പ്രസാദം കഴിച്ച് പുറത്തിറങ്ങിയ ഞങ്ങൾക്ക് കനകദുർഗാ ദേവി ക്ഷേത്രത്തിൻ്റെ ഒരു റെപ്ലിക്ക അല്ലെങ്കിൽ ഒരു ടെമ്പിൾ ഓൺ വീൽസ് എന്ന് പറയാം, അതാണ് ഞങ്ങൾ കണ്ടത്. ഇതിൽ പൂജാരിമാർ അതേപോലെ പ്രദർശന മൂർത്തിയൊക്കെ ആയിട്ട് ആന്ധ്രയിലെ വിദൂര ഗ്രാമങ്ങളിലേക്ക് ഈ വണ്ടി പോവുകയും അവിടെയുള്ള ആളുകൾക്ക്, ഈ ക്ഷേത്രത്തിൽ വന്ന് പറ്റാൻ സാധിക്കാത്ത ആളുകൾക്ക് വഴിപാടുകളും പൂജകളും ഒക്കെ ഈ വണ്ടിയിൽ ചെയ്യാനും സാധിക്കുമെന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇതൊരു പുതിയ കൺസെപ്റ്റാണ്, ടെമ്പിൾ ഓൺ വീൽസ്. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച ശേഷം വിശ്രമിച്ച സ്ഥലമാണ് വിജയവാഡ എന്നും മഹിഷാസുര വിജയം എന്നതിലെ വിജയം എന്ന വാക്കിൽ നിന്നാണ് വിജയവാഡ എന്ന സ്ഥലപ്പേര് ഉണ്ടായതെന്നും പറയപ്പെടുന്നു. അങ്ങനെ കനകദുർഗാ ക്ഷേത്രം സന്ദർശിക്കുന്നതിലൂടെ ദേവിയുടെ അനുഗ്രഹാശിസ്സുകൾക്ക് പാത്രീഭൂതരാകുകയും ദേവിയുടെ തട്ടകത്തിൽ നിന്ന് വിജയവാഡ നഗരത്തിൻ്റെയും പവിത്രമായ കൃഷ്ണ നദിയുടെയും മനോഹരമായ കാഴ്ചകൾ കണ്ട് നിർവൃതി അടയുകയും ചെയ്യാം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയർ ഒക്കെ ചെയ്യുക. ഫാമിലീസിനും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.